സ്ത്രീകൾക്ക് കെഎസ്ആർടിസി ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ച വി.ഡി. സതീശൻ സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് ശാന്തൻപാറയിൽ പ്രകടനം നടന്നു. ശാന്തൻപാറ ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ ഉടുമ്പൻചോല എം.എൽ.എ. അഡ്വക്കേറ്റ് സേനാപതി വേണുവിന് സ്വീകരണവും നൽകി. സർവകലാശാല റാങ്ക് ജേതാക്കളെയും ഉന്നത വിജയികളെയും ചടങ്ങിൽ എം.എൽ.എ. ആദരിച്ചു. ശാന്തൻപാറ ഇന്ദിരാഭവനിൽ ഉടുമ്പൻചോല എം.എൽ.എ. അഡ്വക്കേറ്റ് സേനാപതി വേണുവിന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിച്ച എം.എൽ.എ. പാർട്ടി പ്രവർത്തകർ തനിക്ക് നൽകിയ പിന്തുണയ്ക്കും സ്നേഹാദരങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തി. ഒന്നിച്ച് പൊതുപ്രവർത്തനം നടത്താത്ത ഒരാളും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ശാന്തൻപാറയിലെ രാഷ്ട്രീയ പ്രവർത്തനം ഏതാണ്ട് 1995 മുതൽ ഞാൻ സജീവമായി. എൻ്റെ സൈനിക ജീവിതം അവസാനിപ്പിച്ച് രണ്ടാമത് ഞാൻ വരുമ്പോൾ 1995 മുതൽ ഈ ശാന്തൻപാറ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതാണ്. അതായത് ഒരു 30 വർഷക്കാലം ഈ പഞ്ചായത്തിൽ മാത്രമായി എൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അനുസ്മരിക്കുകയാണ്. നിങ്ങൾ നൽകിയ ഈ ഉജ്ജ്വലമായ സ്വീകരണത്തിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. രാഷ്ട്രീയ മുന്നേറ്റത്തിനൊപ്പം വിദ്യാഭ്യാസ പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും ഫുൾ A+ കരസ്ഥമാക്കിയ അക്ഷയ അനിൽകുമാർ കണിശ്ശേരിയിൽ, MG സർവകലാശാലയിൽ നിന്നും MSW പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ഡെല്ല മെറിൻ ജോർജ് എന്നിവരെ എം.എൽ.എ. അനുമോദിച്ചു. സ്വീകരണ ചടങ്ങിന് ശേഷം ശാന്തൻപാറ ടൗണിൽ പ്രകടനവും നടന്നു. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് കെഎസ്ആർടിസി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ച വി.ഡി. സതീശൻ സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രകടനം. മണ്ഡലം പ്രസിഡന്റ് ബിജു വട്ടമറ്റം, സുരേഷ് ആശാരിപ്പറമ്പിൽ, ടി.പി. ഉമ്മർ, ബാബു താമരപ്പള്ളി, ആർ. വരദരാജൻ, ടി.പി. തോമസ്, N.M. സണ്ണി, മണികണ്ഠൻ, വേൽമുരുകൻ, വിഷ്ണുപ്രിയ, ഗീത വരദരാജൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.